ആംബുലൻസ് കേട്ട്. പറഞ്ഞത് കേട്ടില്ലേ? ഇയാൾ ആംബുലൻസ് കയറ്റാൻ. അയാൾ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. പോലീസ് കേസ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചികിത്സിക്കേണ്ട കാര്യമില്ലല്ലോ. അതറിയാം സാർ. ക്യാൻവാസ് ചെയ്ത് പേഷ്യന്റിനെ ചികിത്സിക്കാൻ കൊണ്ടുവന്നൊന്നുമല്ല. മനുഷ്യത്തെ ഓർത്തൊരു അല്പം ജീവകാരുണ്യം കാണിച്ചു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ ഉത്തരവാദിത്തപ്പെട്ടവർ വരുമ്പോ വിട്ടുകൊടുത്തൂടെ? അതെനിക്കൂടെ ബോധ്യപ്പെടണ്ടേ? നിങ്ങൾ തന്നെയല്ലേ കംപ്ലൈന്റ് ചെയ്ത്? ആളെ വിളിച്ചു വരുത്തിയിട്ട് താനെന്താ ഞങ്ങൾ ആക്കുന്നു? ആക്കാൻ നിന്നാ പിന്നെ ഞങ്ങൾ എന്തോ ചെയ്യണം? സാർ, അയാളെ ഇപ്പൊ തന്നെ കൊണ്ടുപോകണം. എന്താ അത്ര നിർബന്ധം? ബോധം വീണിട്ട് നിങ്ങൾക്ക് തന്നെ കൊണ്ടുപോകൂടെ? ന്യായീകരണമൊന്നും വേണ്ട. ബലം പ്രയോഗിക്കേണ്ടി വന്നാലും ശരി, പേഷ്യന്റ് ഞങ്ങൾ കൊണ്ടുപോകാനും ചെയ്യും. കൊണ്ടുപോയിക്കോളൂ, യാതൊരു വിരോധവും ഇല്ല. പക്ഷേ അതിന് ചില ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. ഈ കുറിപ്പടി കൊണ്ടൊന്നും പറ്റില്ല. ഇനി 24 മണിക്കൂറെങ്കിലും വേണം പേഷ്യന്റിന്റെ ബോധം തെളിയാൻ. വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനാണ്. സർവൈവൽ ചാൻസ് 5% ഉള്ളൂ. ഈ കണ്ടീഷനിൽ പേഷ്യന്റിനെ കൊണ്ടുപോകുന്നത് വളരെ റിസ്ക്കാണ്. ഇത്രയൊക്കെ കാര്യങ്ങൾ ഡോക്ടറെ തറപ്പിച്ച് പറഞ്ഞിട്ടും ഞാൻ എന്റെ പൂർണ്ണ ഉത്തരവാദിത്തത്തിൽ റിസ്കിൽ പേഷ്യന്റിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് വെള്ളക്കടലാസിൽ എഴുതി ഒപ്പിട്ട് സീൽ ചെയ്ത് 4 സാക്ഷികളുടെ ഒപ്പും ഇട്ട് തന്നിട്ട് പേഷ്യന്റിനെ എവിടെ വേണേ കൊണ്ടുപോകും. ചേട്ടൻ റിക്വസ്റ്റ് ലെറ്റർ ചോദിച്ചു, അത് കൊടുത്തു. അനി എന്താ ഇപ്പൊ ഇങ്ങനെ? ഇതൊന്നുമില്ലാതെ കൊണ്ടുപോകാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. മിസ്റ്റർ